യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം വ്യാപിക്കുകയാണ്. കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ ഫുട്ബോൾ ആരാധകർ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചു. ഡോക്ടറുടെ കൊലപാതകത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് മറ്റന്നാളാണ് പരിഗണിക്കുക. സംഭവത്തിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായ മൂന്നാം ദിവസവും ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? എന്താണ് നിലവിലെ സാഹചര്യം? പ്രതിഷേധമൊക്കെ ഏത് രീതിയിൽ പോകുന്നു? ഒപ്പം സ്വമേധയാ സുപ്രീം കോടതി കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? കൊൽക്കത്തയിലെ മറ്റിടങ്ങളിലേക്കും ഈ പ്രതിഷേധം വ്യാപിക്കുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ ഉള്ളത് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലാണ്. ഈ കോളേജിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പ്രതിഷേധം കോളേജിന് മുന്നിലെ സമരപന്തലിൽ നടന്നു വരികയാണ്. ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ പ്രതീകാത്മക ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ടാണ് പുലരും വരെയുള്ള ഈ പ്രതിഷേധം എന്നുള്ളത്. ഇന്ന് ഏറ്റവും ശക്തമായ പ്രതിഷേധം കൊൽക്കത്തയിൽ നടന്നത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിലാണ്. അവിടെ ഇന്ന് നടക്കാനിരുന്ന മത്സരം മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം മാറ്റിവെച്ചിരുന്നു പോലീസ് നിർദ്ദേശത്തെ തുടർന്ന്. എന്നാൽ പ്രതിഷേധിക്കാനുള്ള തീരുമാനം രണ്ട് ടീമുകളുടെയും ആരാധകർ ഉപേക്ഷിച്ചില്ല. അവർ ഈ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് പതിനായിരങ്ങളാണ് ഇന്ന് സ്റ്റേഡിയത്തിനെ വളഞ്ഞുകൊണ്ട് അവിടെ എത്തിച്ചേർന്നത്. വി വാണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യവുമായി എത്തിയ ഈ പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് മുതിർന്ന താരങ്ങളെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവരെ ഈ പോലീസ് വാഹനം വളഞ്ഞുകൊണ്ട് ആരാധകർ മോചിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം കണ്ടു. മണിക്കൂറുകളോളം കൊൽക്കത്ത നഗരം സ്തംഭിച്ചു ആ പ്രതിഷേധത്തെ തുടർന്ന്. സമാനമായ പ്രതിഷേധങ്ങൾ രാജ്യത്തെങ്ങും നടക്കുകയാണ്. വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ ഇടപെട്ടിരിക്കുന്നു. വരുന്ന ചൊവ്വാഴ്ച ചീഫ് ജസ്റ്റിസ് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ CBIയുടെ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി ഇന്ന് മൂന്നാം ദിവസവും ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്തു. ഇയാളുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് CBI വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. കൂടാതെ ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ ഉന്നയിച്ച സംശയങ്ങൾ, ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ചോദ്യങ്ങൾ ഡോക്ടറോട് ചോദിച്ച് ഇക്കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ മൊഴികളുണ്ടോ എന്ന് വ്യക്തമാക്കും. അതോടൊപ്പം തന്നെ നിലവിൽ അറസ്റ്റിലും CBIയുടെ കസ്റ്റഡിയിലുമുള്ള പ്രതി സഞ്ജയ് റോയ്, ഇയാളുടെ മാനസികാരോഗ്യ പരിശോധന പ്രത്യേക CBI സംഘം നടത്തിയിട്ടുണ്ട്. ഇയാളെ നുണപരിശോധനയ്ക്കായി കോടതിയുടെ അനുമതി നാളെ തന്നെ തേടാനാണ് CBIയുടെ തീരുമാനം എന്നുള്ളത്. കോളേജിൽ ഇന്നും വിദഗ്ധ സംഘം എത്തി 3D ഇമേജിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതേസമയം ഈ കോളേജ് ആക്രമണവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ഇതിൽ ഈ 76 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് പോലീസിന്റെ നിലപാട്. ഇവരുടെ ചിത്രങ്ങൾ പോലീസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പിടികൂടിയ 32-ൽ 14 പേർക്കും തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ കേസിലുള്ള പോലീസിന്റെ അന്വേഷണത്തെ വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ ചെയ്ത പ്രമുഖ നേതാക്കൾക്ക്, തൃണമൂൽ കോൺഗ്രസിന്റെ MP, ഒപ്പം തന്നെ DYFI നേതാക്കൾ അടക്കമുള്ള നിരവധി പേർക്ക് എതിരെ ഈ കൊൽക്കത്ത പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നു. നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിച്ച ഒട്ടേറെ അക്കൗണ്ടുകൾക്ക് പോലീസ് ക്രൈംബ്രാഞ്ച് വിഭാഗം നോട്ടീസ് അയച്ചത് അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രതിഷേധക്കാർ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നും ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്. വലിയ പ്രതിഷേധം കോളേജിലും ഒപ്പം തന്നെ കൽക്കത്തയുടെ മറ്റ് ഇടങ്ങളിലും നടക്കുന്നുണ്ട് എന്നാണ് ബൽറാം നൽകുന്ന ഏറ്റവും പുതിയ വിവരം.